ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കണ്ടന്റിൻ്റെ കാര്യത്തിലും റിയലിസ്റ്റിക് മൂവികളുടെ കാര്യത്തിലും മലയാള സിനിമകൾ പണ്ടു മുതലേ പ്രശസ്തമാണ്. അതുപോലുള്ള ഹിറ്റുകളും സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ 2023 തുടക്കം മുതൽ മലയാള സിനിമ വളരെ മോശം നിലയിൽ ആയിരുന്നു തുടങ്ങിയത്. പകുതിയായപ്പോഴും ചർച്ചാ വിഷയമായി തുടങ്ങി. എന്നാൽ 2023 അവസാന നിമിഷം മുതൽ അത് മാറി തുടങ്ങി. പിന്നെ അങ്ങോട്ട് എല്ലാവരും ഞെട്ടിച്ചുകൊണ്ടൊരു ഉയർച്ചയായിരുന്നു. 2024 തുടക്കമായപ്പോഴേക്കും ഒന്നും രണ്ടുമല്ല, കഴിഞ്ഞ ദിവസം 100 കോടി കടന്ന ആവേശവും ചേർത്ത് 4 മാസങ്ങളിലായി 400 കോടി ചിത്രങ്ങളാണ്. അതും കേരളത്തിൽ മാത്രമായി ഒതുങ്ങിയില്ല. കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും വേൾഡ് വൈഡ് ഹിറ്റുകളാണ് സംഭവിച്ചത്. ഇതുവരെ കേരളത്തിൽ നിന്ന് മാത്രമാണ് നല്ല കളക്ഷൻ കിട്ടിയിരുന്നത് എങ്കിൽ ഇപ്പോൾ കേരളത്തിന് പുറത്തു നിന്നും റെക്കോർഡ് കളക്ഷനാണ് മലയാള സിനിമകൾക്ക് ലഭിക്കുന്നത്. വിഷു പെരുന്നാൾ റിലീസായി വന്ന ഫഹദ് ഫാസിലിൻ്റെ ആവേശം ആണ് 100 കോടിയിലെത്തിയ പുതിയ മലയാള ചിത്രം. ജിത്തു മാധവൻ സംവിധാനം ചെയ്ത ആക്ഷൻ കോമഡി ചിത്രമായ ആവേശത്തിൽ ഫഹദ് ഫാസിൽ കോളേജ് ഗ്യാങ്ങിനെ രക്ഷിക്കാൻ രംഗ എന്ന കഥാപാത്രമായാണ് എത്തിയത്. ഇതുവരെ കാണാത്ത ഗെറ്റപ്പിൽ ഫഹദ് ഫാസിൽ എത്തിയപ്പോൾ ഡാ മോനെ എന്ന ഡയലോഗും സുഷിൻ ശ്യാമിൻ്റെ മ്യൂസിക്കും ഇതിനോടകം തന്നെ വൈറലാണ്. 100 കോടിയും അടിച്ചതോടെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആവേശം നിറഞ്ഞു നിൽക്കുകയാണ്. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ മോനെ മുതൽ രംഗണ്ണനും സംസാര വിഷയം ആയതിനാൽ ഇറങ്ങിയ അന്നു മുതൽ ഡെയിലി നല്ല കളക്ഷനോടെ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ്. വെറും 13 ദിവസം കൊണ്ടാണ് ആവേശം 100 കോടിയിലെത്തിയത്. ഫഹദ് ഫാസിലിൻ്റെ ആദ്യത്തെ മലയാളം 100 കോടി ചിത്രമാണിത്. അതുമാത്രമല്ല, ഇറങ്ങിയ അന്നു മുതൽ തുടർച്ചയായി 13 ദിവസവും ബോക്സ് ഓഫീസ് കളക്ഷനായി കേരളത്തിൽ നിന്നു മാത്രം ദിവസവും 3 കോടിയിലേറെ നേടിയെന്ന റെക്കോർഡും ആവേശം എടുത്തിട്ടുണ്ട്. പ്രേമലുവും മഞ്ഞുമൽ ബോയ്സും ആടുജീവിതവുമാണ് കേരളത്തിന് പുറത്തും പോയി കോടികൾ നേടിയ മറ്റു ചിത്രങ്ങൾ. തമിഴ്നാട്ടിൽ ആദ്യം 50 കോടി ക്ലബിലെത്തിയ മലയാള സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ്. ഇതുവരെ ആകെ കളക്ഷൻ 200 കോടി കടന്നിട്ടുണ്ട്. 136 കോടിയോളം പ്രേമലുവും കളക്ഷൻ നേടിയിട്ടുണ്ട്. റിലീസ് ചെയ്തു വെറും 4 ദിവസത്തിനുള്ളിൽ 50 കോടിയിലെത്തിയ ചിത്രമാണ് പൃഥ്വിരാജിൻ്റെ ആടുജീവിതം. ഇതുവരെ 150 കോടിയിലേറെ നേടിയിട്ടുണ്ട്. എല്ലാവരും വളരെ ഞെട്ടലോടെയും ആകാംക്ഷയോടെയാണ് ഇപ്പോൾ മലയാള സിനിമയെ നോക്കിക്കാണുന്നത്. തുടർച്ചയായി ഇറങ്ങുന്ന സിനിമകളെല്ലാം ഹിറ്റും, ഇൻഡസ്ട്രി ഹിറ്റും, സൂപ്പർ ഹിറ്റും, ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റും, എല്ലാ ചിത്രങ്ങളും കോടി കളക്ഷനും നേടുന്നുണ്ട്. എൻ്റെ ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി. എൻ്റെ ഈ വീഡിയോയും ചാനലും നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്രദമോ ഇഷ്ടമോ ആയെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.